വഹിയ ഫിത്തനൻ കസീറത്ത്, ധാരാളം ഫിത്തനകളുണ്ട്. തർജു ഫി ജുംലത്തിഹ, മൊത്തത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഫിത്തനകളെ മൊത്തത്തിൽ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. ഒന്ന് ഫിത്തനു ഷഹവാത്ത്, രണ്ട് ഫിത്തനു ശുബ്ഹാത്ത്. ഒരു വിശ്വാസി നേരിടേണ്ടി വരുന്ന രണ്ട് ഫിത്തനാണെന്ന് ഷഹ്വത്ത്. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ ഭൗതിക താല്പര്യങ്ങൾ, ദേഹേച്ഛകൾ എന്ന് പറഞ്ഞാൽ സത്യം നമുക്കറിയാം, എന്നാലും ചിലപ്പോൾ നമ്മൾ അസത്യത്തിൻ്റെ കൂടെ നിൽക്കും, ദേഹേച്ഛകൾക്ക് വഴിപ്പെട്ട് തൽക്കാല ഒരു ആസ്വാദനം കിട്ടാൻ വേണ്ടി. ഇപ്പം മ്യൂസിക് ആറാമാണ് നമുക്കറിയാം, എന്നാലും ചിലപ്പോൾ മ്യൂസിക് ഇങ്ങനെ കേട്ടിരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ. അത് ഷഹ്വത്താണ്. ഒരു ഷഹ്വത്തിൽ നമ്മൾ പെട്ടതാണ്, മനസ്സിലായില്ലേ? അതാണ് ഒന്ന്, അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ തെറ്റിൽപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തത് ശുബ്ഹത്താണ്, സത്യം അറിയാൻ കഴിയാതെ പോവുക. അതും ഒരു അപകടമാണ്. ഒരാൾക്ക് തൗഹീദും ശിർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല, സുന്നത്തും വിദഅത്തും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഈമാനും കുഫറും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വലിയ അപകടത്തിലല്ലേ പെടുക, അതൊരു വലിയ ഫിത്തനയാണ്. നമുക്ക് ദീനിൻ്റെ ഹക്ക് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാൻ ശുബ്ഹത്ത് എന്നതിന് പറയാം. ശുബ്ഹത്തിന് ആശയക്കുഴപ്പം, അതാണോ ശരി ഇതാണോ ശരി, അവരങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു, അത് മറ്റൊരു പരീക്ഷണം. അത് അറിഞ്ഞിട്ടും പരീക്ഷണത്തിൽ തെറ്റുപറ്റിയല്ല, ശരിക്കും അറിയാൻ കഴിയാത്തതുകൊണ്ട്, ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് നമുക്ക് ശുബ്ഹത്തുണ്ടാവും. ശുബ്ഹത്തിന് രക്ഷപ്പെടാൻ നന്നായി പഠിക്കണം, അറിവുള്ളവരടുത്ത് എന്നിരുന്ന് നമ്മൾ പഠിക്കുക, അപ്പോൾ ശുബ്ഹത്തിന് രക്ഷപ്പെടും. പഠിക്കാൻ തയ്യാറില്ലാത്ത ആളുകളാണ് എപ്പോഴും അവിടെ പോയി പെടുക, ശുബ്ഹത്തിൽ പെടുക. ഒരാൾ പറയുമ്പോൾ അത് ശരിയാൻ തോന്നും, മറ്റേ പറയുമ്പോൾ അതും ശരിയാൻ തോന്നും, അപ്പോൾ അയാൾ ആശയക്കുഴപ്പത്തിലായി. ഈ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പൊരുൾ. ആശയക്കുഴപ്പം ഉണ്ടാകരുത് എന്ന്. ഫിത്തനു ഷഹവാത്ത്, ദേഹേച്ഛകളുടെ പരീക്ഷണം. നമ്മുടെ മനസ്സിനെ ഇബ്ലീസ് അങ്ങോട്ടാണോ വിളിക്കുന്നത് അതിൽ പെട്ടിട്ട് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഒരു ഫിത്തന. രണ്ടാമത്തെ ഫിത്തന ശുബ്ഹത്ത്. ആളുകൾ ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ പരസ്പരം തർക്കിക്കുന്നത് കാണുമ്പോൾ നമുക്ക് രണ്ടും ശരിയാണെന്നുള്ളൊരു തോന്നലുണ്ടാവുക, അതാണ് ശുബ്ഹത്ത്. അത് രണ്ടും നമുക്ക് പരലോകം നഷ്ടപ്പെടുത്തും. ഷഹ്വത്തിൻ്റെ ഫിത്തനയാണെങ്കിലും ശരി, ശുബ്ഹത്തിൻ്റെ ഫിത്തനയാണെങ്കിലും ശരി, രണ്ടും നമുക്ക് നരകം കിട്ടാൻ കാരണമാകുന്ന സംഗതിയാണ്. രണ്ടും നിന്ന് രക്ഷപ്പെടണം. അതിനാണ് അള്ളാഹുവിനോട് നമ്മൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് എന്ന് പ്രാർത്ഥിക്കുന്നത്. ഫയതഅവ്വദു ബില്ലാഹി മിനൽ ഫിത്തനി കുല്ലിഹ, എല്ലാ ഫിത്തനകളിൽ നിന്നും അള്ളാഹുവോട് ഒരു വിശ്വാസി രക്ഷ തേടുന്നു. എല്ലാ ഫിത്തന എന്നാൽ ഷഹ്വത്തിൻ്റെ ഫിത്തനകളും ശുബ്ഹത്തിൻ്റെ ഫിത്തനകളും. വൽ ഇൻസാൻ ഉർളത്തുൽ ലിൽ ഫിത്തൻ, മനുഷ്യൻ ഫിത്തനയെ നേരിടുന്നവനാണ്. ഉർള എന്ന് പറഞ്ഞാൽ വിലങ്ങടിച്ച് വരിക. മനുഷ്യന്മാരുടെ മുന്നിൽ എപ്പോഴും വലിയ ഫിത്തനകളുണ്ട്, എന്തെങ്കിലും ഒരു ഫിത്തന ഉണ്ടാവും. നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ദിവസം നമ്മുടെ മുന്നിൽ വന്നു. നമ്മുടെ ഈമാനിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മൾ ആ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുന്നുണ്ട്. അള്ളാഹു തൗഫീക്ക് തരണമെങ്കിൽ അള്ളാഹു നമ്മൾ ചോദിക്കണം, അള്ളാഹു എന്നെ ഫിത്തനയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയണം. എപ്പോഴും മനുഷ്യരുടെ മുന്നിൽ പല തരത്തിലുള്ള ഫിത്തനകൾ വന്നത്. ഉറുള്ള എന്ന് പറഞ്ഞാൽ അവന് വിലങ്ങായിട്ട് വരുന്നു ഉറുള്ള. വഖദ് സ്വഹഫിൽ ഹദീസ് അൻ നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ നമ്മുടെ നബിയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട്. എന്ത്? ഖാല, നബി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ, എല്ലാ ഫിത്തനകളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവോട് രക്ഷ ചോദിക്കണം. മാ ലഹറ മിൻഹ, പ്രത്യക്ഷമായതും, വമാ ബത്തന, പരോക്ഷമായതും. ചില ഫിത്തനകൾ നമുക്ക് തന്നെ കണ്ട് മനസ്സിലാവും ഇത് ഫിത്തനയാണ്, ചിലത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അറിയാതെയാണ് ഫിത്തനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഫിത്തനയാണെങ്കിലും അറിയാതെ വരുന്ന ഫിത്തനയാണെങ്കിലും രണ്ടും നമ്മുടെ ദീനിനെ ഇല്ലാതാക്കും. ഫിത്തന എന്ന് പറഞ്ഞതാണല്ലോ, നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ കാര്യത്തിനും പറയുന്ന പേരാണെന്ത്? ഫിത്തന. ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വരും, ചില കാര്യങ്ങൾ അറിയാതെ കണ്ടുവരും. അതാണ് മാ ലഹറ മിൻഹ വമാ ബത്തൻ. അപ്പോൾ എല്ലാ തരം പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്തനകളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷ തേടിക്കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഹിയ ദഅവത്തുൻ യംബഗി അലൽ മർഇ അൻ യഅ്തനി ബിഹ, ഈ പറഞ്ഞത് ഒരു മനുഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കൽ അനിവാര്യമായൊരു പ്രാർത്ഥനയാണ്. വഹിയ, ഇത് ദഅവത്തുൻ, ഒരു പ്രാർത്ഥനയാണ്. ദഅവത്തന ദുആ. യംബഗി, നിർബന്ധമാണ്, അലൽ മർഇ, ഒരു മനുഷ്യൻ. യംബഗി അലൽ മർഇ, ഒരു മനുഷ്യന് നിർബന്ധമാണ്. എന്താ നിർബന്ധം? അൻ യഅ്തനിയ ബിഹ, ഇതിനെ പരിഗണിക്കുക എന്നത്. എഴുത്തനി തന്നെ പരിഗണിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി, അവൻ്റെ ജീവിതത്തിൽ പരിഗണിക്കൽ അനിവാര്യമായൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അതായത് അൻ യുഈദഹു അല്ലാഹു സുബ്ഹാനഹു വതആല
പരിശുദ്ധനും ഉന്നതനുമായ അള്ളാഹു അവനെ രക്ഷിക്കണം. എവിടുന്ന്? മിനൽ ഫിത്തൻ, എല്ലാ ഫിത്തനകളിൽ നിന്നും. വത്തഅവ്വുദു മിൻ ഫിത്നത്തിൽ മമാത്ത്, മരണത്തിന്റെ ഫിത്തനകളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നുണ്ട്. ഐ മാ യകൂനു മിൻഹാ ഇൻദൽ മമാത്ത്, മരണത്തിന്റെ ഫിത്തന എന്താണ് മനസ്സിലാക്കി? മരണനേരത്തുണ്ടാകുന്ന ഫിത്തന. മരണനേരത്തുള്ള ഫിത്തന ചെറുതൊന്നുമല്ല. കാരണം നമ്മളെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഫിത്തനയാണ്. മരിക്കാൻ നേരത്തെ ശൈത്താൻ വന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറയും. അപ്പം നമ്മൾ ചിലപ്പോൾ ബേജാറായിട്ട് ചിലപ്പോൾ ശൈത്താൻ പറഞ്ഞ അനുസരിച്ച് പോകും. നമുക്ക് ഈമാനില്ലെങ്കിൽ വലിയ ഫിത്തനല്ലേ. ഒരാൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാലല്ലേ അയാൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതുകൊണ്ട് മാത്രം സ്വർഗത്ത് പോകില്ല, അത് ഹൃദയത്തിൽ വേണം. റബ്ബിനെ കാണണമെന്ന ആത്മാർത്ഥമായ അള്ളാഹിൻ്റെ വജ്ഹ് ലക്ഷ്യം വെക്കണം. അങ്ങനെയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സിദ്ഖൻ മിൻ ഖൽബി, എൻ്റെ ഖൽബിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിഗണിക്കുക. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലൊന്നും ഒരാൾ സ്വർഗത്ത് പോകില്ല.